ഇടുക്കി ജില്ലയിലെ സ്കൂൾ ഉച്ചഭക്ഷണത്തിന് അരിയിൽ നിന്ന് ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി പ്രധാന അധ്യാപകർ രംഗത്ത്. KPSTയുടെ നേതൃത്വത്തിൽ അധ്യാപകർ DDE ഓഫീസിന് മുന്നിൽ കാലിച്ചാക്കുമായി സമരം നടത്തി. സിവിൽ സപ്ലൈസ് ഗോഡൌണിലെ കയറ്റിറക്ക് തൊഴിലാളികളുടെ സമരമാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഉത്തരവാദിത്വം ഗവൺമെന്റിനും ഡിപ്പാർട്ട്മെന്റിനുമാണ്. ഇത് ലഭിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട മാർഗങ്ങളാണ് നോക്കേണ്ടത്. സ്കൂൾ തുറന്നതിനു ശേഷം ഇടുക്കി ജില്ലയിലെ ഉച്ചഭക്ഷണ പദ്ധതിക്കുള്ള അരി കൃത്യമായി ലഭിക്കുന്നില്ല എന്നാണ് അധ്യാപകരുടെ പരാതി. റേഷൻ കടകളിൽ നിന്നും പുറമേ നിന്നും അരി വാങ്ങിയാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനെതിരെയാണ് KPSTയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ പ്രഥമാധ്യാപകർ പ്രതിഷേധിച്ചത്. കാലിച്ചാക്കുമായിട്ടായിരുന്നു പ്രതിഷേധം. സിവിൽ സപ്ലൈസിൽ നിന്നും കിട്ടിയ ഒരു മറുപടി കൂലിത്തർക്കം കാരണം അരി ഇറക്കാൻ കഴിയുന്നില്ല, അരി ഇവിടെ ഉണ്ട് പക്ഷേ എത്തിക്കാൻ കഴിയുന്നില്ലെന്നാണ്. പക്ഷേ ഈ മാസം അവസാനിക്കാറായിട്ടും ജൂലൈ 1-ാം തീയതി കിട്ടേണ്ട അരി ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല. ഈ രീതിയിൽ ഉച്ചഭക്ഷണ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് അധ്യാപകർ പറയുന്നത്. പുതിയ ഉച്ചഭക്ഷണ മെനു നടപ്പിലാക്കണമെങ്കിൽ പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കണം. ദിവസവേതന അധ്യാപകരുടെ ശമ്പളം തടഞ്ഞുവെക്കുകയാണെന്നും ആരോപണമുണ്ട്. ജൂൺ മാസത്തിൽ അരി കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ കയ്യിൽ നിന്ന് പണം മുടക്കി നിങ്ങൾ അരി വാങ്ങിച്ചോ, നിങ്ങൾക്ക് പൈസ തരാമെന്ന്. നാളിതുവരെ പൈസ തരാനുള്ള നീക്കങ്ങളും ഇല്ല. കഴിഞ്ഞ മാസത്തെ കുക്കിംഗ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ കിട്ടേണ്ട പൈസ പോലും നാളിതുവരെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിരുന്ന അരിയുടെ രസീത് പോലും അവർ സ്വീകരിച്ചിട്ടില്ല. സിവിൽ സപ്ലൈസ് ഗോഡൌണിലെ കയറ്റിറക്ക് തൊഴിലാളികളുടെ സമരമാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയെ ബാധിച്ചത്. ഗോഡൌണിൽ ചരക്കിറക്കുമായി ബന്ധപ്പെട്ട് മറികൂലി കരാറുകാരൻ നൽകുന്നില്ല എന്നാരോപിച്ചായിരുന്നു സമരം. ഇന്നലെ BLOയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ പ്രശ്നം പരിഹരിച്ചു. ഇന്നു മുതൽ അരി വിതരണം ആരംഭിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.